കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എ ജയതിലക് IAS നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, ആദ്യം കൺഗ്രാജുലേഷൻസ്. ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ എല്ലാം നയിക്കാനുള്ള ഒരു ചുമതല വന്നു ചേർന്നിരിക്കുകയാണ്. സർക്കാരിൻ്റെ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. നമ്മൾ സർവീസിൽ കയറുമ്പോഴത്തേക്ക് ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല, ആ ഒരു പോസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് 34 വർഷം കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സർക്കാരിനോടും ജനങ്ങളോടും നന്ദിയുമുണ്ട്. എന്തായിരിക്കും ഒരു പ്രഥമ ലക്ഷ്യം? ഒരു വർഷം കൊണ്ട് പെൻഡിങ് പ്രോജക്ട്സ് എല്ലാം തീർക്കുന്നതാണ്. അതിന് ഒരുപാട് കോർഡിനേഷൻ ആവശ്യമുണ്ട്. വയനാട് ടൗൺഷിപ്പിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അത് ഡിസംബറിന് മുമ്പ് തീർക്കണം. നാഷണൽ ഹൈവേസിൻ്റെ ഫുൾ സ്വിങ്ങിൽ പണി നടക്കുകയാണ്, പക്ഷെ എന്നാലും അതിനുള്ള ഇഷ്യൂസ് എല്ലാം മാറ്റിയിട്ട് അത് തീർക്കാനുണ്ട്. എക്സ്ട്രീം പോവർട്ടി എറഡിക്കേഷൻ പ്രോഗ്രാം അത് നടപ്പിലാക്കണം. മാലിന്യമുക്തത്തിൻ്റെ ഡിക്ലറേഷൻ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഈ പ്രയോറിറ്റി പ്രോജക്ട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും അത് ഏറ്റവും പ്രധാനം. ധനവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി നല്ല ബോധ്യമുണ്ടാകും. അത് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ധനവകുപ്പ് കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തതുപോലെ ഇനിയും പ്രവർത്തിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അത് അതിജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രധാനപ്പെട്ട എല്ലാ പ്രൊജക്ട്സും അതിന് ഒരു തടസ്സവും വരാത്ത വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് വിശ്വാസം. വയനാട് ടൗൺഷിപ്പും പുനരധിവാസവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അതിൻ്റെ വർക്ക് തുടങ്ങി കഴിച്ചിട്ടുണ്ട്, ഫുൾ സ്വിങ്ങിൽ നടക്കുകയാണ്. തീർച്ചയായും ടൈം ലൈനകം നമുക്ക് തീർക്കാൻ സാധിക്കും. ഈ കേന്ദ്രവും കേരളവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ ബന്ധങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു ഇടപെടലുണ്ടാവും, പ്രത്യേകിച്ചും ഈ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ. നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ എന്നും നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പോൾ സാസ്കി എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അതിന് തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ലീഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 3000 crores തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓരോരോ പ്രൊജക്ട്സ് സമയത്തിന് കൊടുത്തിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ദൗത്യം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. ക്യാമറമാൻ അനൂപിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.